താൻ ആ ക്യാരവാനിൽ ഒളിക്യാമറ വെച്ചെന്തിന് ഇരിക്കും മാഡം, എനിക്ക് ഇരിക്കണ്ട, നോക്കണ്ട. ആ സെറ്റിലുള്ള എന്തുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം മാഡം. ഇരിക്കും മാഡം. ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണം. ഇരിക്കും മാഡം. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ താൻ എന്താണ് വിചാരിച്ചത്? ഞങ്ങളൊക്കെ എന്റെ തന്റെയൊക്കെ ഉപകരണം വിചാരിച്ചത്? മാഡം ഇരിക്കും. എന്താ സംഭവം? എന്താണ്? ഞാൻ അവിടെ കാരവാനിൽ നിന്ന് ഡ്രസ്സ് മാറാൻ നേരത്ത് വേറൊരു കുട്ടി അവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ നടന്മാരെല്ലാ പേരും കൂടി ഒരുമിച്ചിരുന്ന് എന്തോ വീഡിയോസ് കണ്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ കുട്ടി ഡ്രസ്സ് മാറുന്നത് കാണുമ്പോൾ മറ്റേ ഫോണിൽ എന്റെ ഡ്രസ്സ് മാറുന്ന വീഡിയോസ് അമ്മമാർ കണ്ട് ചിരിക്കുന്നു. അവർ ഏതെങ്കിലും കാർട്ടൂൺ കണ്ട് ചിരിച്ചതായിരിക്കാം. മാഡത്തിന് തെറ്റിദ്ധാരണ കണ്ടതാ. തന്റെ ഒരു ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറ്റിക്കേണ്ടതാണോ തന്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്ന റൂമിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ട് യോമാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കും കാണട്ടെ. അല്ല മേഡം കണക്ക് ഫേമസ് ആയവരെന്ന് ഇങ്ങനെ പറയല്ലോ മേഡം. ഒന്നാമത് ഞാൻ ഇവിടെ തടുത്ത് നിങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്റെ പ്രൊഡ്യൂസർ രാത്രി എന്നെ ഇവിടെ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത പറയട്ടെ. അവർ കാർട്ടൂൺ എന്തെങ്കിലും കണ്ടതായിരിക്കും. കാർട്ടൂൺ ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇല്ല മേഡം, നമുക്ക് അതിനുള്ള അറിയാലോ. നിങ്ങളെന്തെങ്കിലും അപ്പോൾ ഈ കാര്യം വെളിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യം നിങ്ങൾ വെളിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ആ ഫിലിമിൽ അഭിനയിക്കാൻ ഒരു നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് ദൈവം കൂട്ടി തന്നതാണ്. ആ ചാൻസ് നിങ്ങളായിട്ട് ഈ ചെറിയ ചില്ലി കാര്യത്തിന് വേണ്ടി, എന്ത് സില്ലി കാര്യം? ഈ സില്ലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ വീട്ടിലുള്ളവരുടെ ഫോട്ടോസ് ഇപ്പൊ ഇതുപോലെ എടുത്തു കൊടുക്കാറുണ്ട്. സില്ലി കാര്യമല്ലേ, അപ്പൊ അതെടുത്തുകൊണ്ട് അവരെയൊന്ന് കണ്ടു ചിരിക്കട്ടെ, ടൈം പാസിന് വേണ്ടി. വീട്ടിലുള്ളവരെ ഒന്നും പറയില്ല മേഡം. പിന്നെ പറയാതെ വീട്ടിലുള്ളവരെ പെൺപിള്ളേരെ കാര്യം പറഞ്ഞപ്പോ തനിക്കത് നൊന്തോ? അതുപോലെ തന്നെയാണ് ഞങ്ങള് വരുന്നത്. ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ എന്ത് പറയുന്നു അതേപോലെ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളർ. പ്രൊഡ്യൂസറെ വിളിക്കും. ഞാൻ പറയുന്നത് മേഡം ഇത് തൽക്കാലം മേഡം ഇത് കണ്ടില്ല എന്ന് നടിക്കണം. എനിക്ക് കണ്ടില്ല എന്ന് നടിക്കണം മേഡം. എനിക്കിത് കണ്ടില്ല നടിക്കാൻ പറ്റത്തില്ല. എന്തുമാത്രം പെൺകുട്ടികളുടെ ഒന്ന് കൂളാവും മേഡം. ഇനി നല്ലൊരു ചാൻസ് ആണ് മാഡത്തിന് കിട്ടിയത്. നല്ലൊരു ചാൻസ് മാഡത്തിന് കിട്ടിയതാണ്. ഒന്ന് കൂളാവോ. ഞാൻ പറയും. അല്ല മേഡം ഒന്ന് കൂളാവോ. ഈ ഒരു രീതിയിൽ മാഡത്തിനെ കാണാനും നല്ല സൗന്ദര്യമുണ്ട്. മാഡം ഒന്ന് കൂളാവോ മാഡം. താൻ കൂടുതൽ തന്നെ സുഖിപ്പിക്കണ്ട. എന്റെ സൗന്ദര്യം എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലൊരു ചാൻസ് ആണ് മാഡത്തിന് കിട്ടിയത്. അഭിനയിക്കാൻ നല്ലൊരു ചാൻസ് ആണ് മാഡത്തിന് കിട്ടിയത്. ഈ സില്ലി കാര്യം കൊണ്ട് മാഡം ആ ഒരു ചാൻസ് കളയരുത്. വേറെ ആർക്കും ഇല്ലല്ലോ പരാതി. ഇല്ലല്ലോ. മാഡത്തിന് മാത്രം ഇത്ര പരാതി കണ്ടില്ലല്ലോ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞു. അവർ കാർട്ടൂൺ എന്തെങ്കിലും കണ്ടായിരിക്കും മാഡം. മറക്കൊന്നും വേണ്ട. താരൊക്കെ എങ്ങനെയാണ് കാശുണ്ടാക്കണമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. പ്രൊഡ്യൂസർ എന്ത് പറയുന്നു അതേപോലെ തന്നെ പ്രൊഡ്യൂസർ ഇപ്പൊ രാത്രി വിളിച്ചാൽ അല്ല, അദ്ദേഹം അമേരിക്കയിലാണ്. അതുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടുന്ന ആളാണ്. മാഡത്തിനേക്ക് അപ്പോൾ തന്നെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് പറഞ്ഞു വിടും. അതേ രീതിയിൽ ദേഷ്യമുള്ള ആളാണ്. ശരി തന്നെ. എനിക്കിതിനെതിരെ കൂളാവൂ. ഞാൻ ഒന്നുകിൽ കംപ്ലൈന്റ് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആർക്കും പരാതി ഇല്ലല്ലോ മാഡം. കളയൂ. ഇതങ്ങ് കളയൂ. മാഡത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പരിഗണിക്കാൻ വേണ്ടി ഞാൻ പ്രൊഡ്യൂസറുടെ അടുത്ത് പറയാം. തരാനുള്ള പൈസ എന്നെ താനൊക്കെ തന്നിട്ടില്ല, പിന്നെയല്ലേ ഇനി പരിഗണിക്കാൻ ഞാൻ പ്രൊഡ്യൂസറുടെ പറഞ്ഞ് പരിഗണിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാക്കാം. മാഡം ഒന്ന് കൂളാവൂ മാഡം. എങ്ങനെ കൂളാവാനാ? ഒന്ന് കൂളാവൂ. ആ വീഡിയോസ് ഫുള്ള് അവന്മാരെടുത്ത് ഡിലീറ്റ് ചെയ്യും. അത് എവിടെയൊക്കെ പോയോ എങ്ങനെയൊക്കെ പോയോന്നൊന്നും എനിക്കറിയില്ല. അത് നമ്മള് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അത് ഓരോ ഫോൾഡർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കും. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഓഹോ, അപ്പൊ ഓരോ ഫോൾഡർ ആയിട്ട്
അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, സംഭവിച്ചെന്നല്ല ഇപ്പോഴവര് കണ്ടുകൊണ്ടിരുന്നത്, തന്റെ മൊബൈൽ കാർട്ടൂണാണ് മേഡം ഇപ്പൊ അവര് കണ്ടുകൊണ്ടിരുന്നത്. മേഡം ഒന്ന് കൂളാവൂ. താൻ കണ്ടോ? കൂളാവൂ. കണ്ടോണ്ടിരുന്നതും താൻ കണ്ടോ? അടിപൊളി സൗന്ദര്യം കേട്ടാ. അല്ലല്ല, മേഡത്തിന് ഇപ്പൊ കാണാൻ ഭയങ്കര സൗന്ദര്യം. മേഡം ഒന്ന് കൂളാവൂ മേഡം, പ്ലീസ് മേഡം കൂളാവൂ. ഇത് പ്രൊഡ്യൂസർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും മേഡം. മേഡത്തിനൊക്കെ ഭാവിയിൽ നല്ല മുന്നോട്ട് നല്ലൊരു ഇതുള്ളതാണ് മേഡം. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇതിനെതിരെ കേസ് എടുക്കണം. പോലീസ് ഞാൻ വിളിക്കുന്നുണ്ട്. മേഡം ഒന്ന് കൂളാവും മേഡം. വേറെ ആർക്കും പരാതി ഇല്ലല്ലോ? വേറെ ആർക്കെങ്കിലും പരാതി കൊടുത്തില്ലെങ്കിലും ശരി തന്നെ. വേറെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? വേറെ ആർക്കും ഇല്ലല്ലോ. വേറെ ആർക്കും പരാതി ഇല്ലല്ലോ. മാഡം എന്തോ മേഡം ഞങ്ങളുടെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് നടിയല്ലേ? അതെ. നമുക്ക് ഇവിടുത്തെ ക്യാമറ CCTV ക്യാമറ ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീഡിയോസ്, വസ്ത്രം മാറുന്ന വീഡിയോസ് എടുത്ത് അവരൊരു ഫോൾഡറിലാക്കി എല്ലാവരും ഒത്തുകൂടിയിരുന്ന് കണ്ട് രസിക്കുന്നത്. താൻ കേട്ടോ ഈ പറയുന്നത്? താൻ എന്താ മിണ്ടാതിരിക്കുന്നത്? മുഖം മറിച്ചിരിക്കുന്ന കാര്യം എന്താ? എനിക്ക് മാത്രമേ പരാതി ഉള്ളൂ എന്നല്ലേ താൻ പറഞ്ഞേ? നമ്മളെ സീനിയർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവില്ല. ഇത്രയും തണുത്തിരിക്കുന്ന ഒന്ന് കൂളാവും. തണുപ്പ് നമ്മൾ മാറ്റിത്തരാം. പ്രൊഡ്യൂസർ പറയുന്നു ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു, എനിക്കതേ അറിയാവൂ. എനിക്ക് ഒരു കാര്യവും മറ്റും അറിഞ്ഞൂടാ. പ്രൊഡ്യൂസർ അതിനെ എടുത്തിട്ട് ഫോൾഡറാക്കി വെക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അതേപോലെ ചെയ്തു. അല്ലാതെ എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാം പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയതിനൊരു കണക്കുമില്ല.